കോപ്പകബാന ബീച്ചിൽ ഞങ്ങൾക്ക് ഒരു രാത്രിയും പിന്നെ ഒരു ഈവനിങ്ങാണ് മെയിൻലി കിട്ടിയത്. കോപ്പകബാന ബീച്ചിൽ ഒരാഴ്ചയെങ്കിലും അവിടെ പോയി റിയോ ഡി ജനീറോയിൽ താമസിച്ച് ഒരാഴ്ചയെങ്കിലും കോപ്പകബാന ബീച്ച് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ പോയപ്പോൾ സീസൺ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് രൂപമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബ്രസീലിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് പോന്ന് പെറുവിലും ചിലിയിലൊക്കെ എത്തിയ സമയത്ത് ഒരു ന്യൂസ് കേട്ടു. ഞങ്ങൾ പോകുന്നതിന്റെ പിറ്റേ ദിവസം, ഞങ്ങൾ റിയോ ഡി ജനീറോയിൽ നിന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസം അവിടെ ഒരു അണ്ടർവേൾഡ് ഡോണിനെ പോലീസ് വെടിവെച്ച് വന്നു. അങ്ങനെ അയാളുടെ ശിങ്കിടികള്, അയാളുടെ ഗുണ്ട ഗാങ്ങിലുള്ള ആളുകൾ അതിൽ പ്രതിഷേധിച്ച് പുറത്തിറങ്ങി 35ഓളം ബസ്സുകൾക്ക് തീയിട്ടു. തെരുവ് മുഴുവൻ അടിച്ചു പിടിച്ച് ഭയങ്കര കലാപം ഉണ്ടാക്കി. അവരെ അറസ്റ്റ് ചെയ്യാൻ പിന്നെ പോലീസിന്റെ വലിയ സന്നാഹങ്ങൾ ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഒരാഴ്ച അവിടെ പോയി നിൽക്കണമെന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം ഉണ്ടാവുകയും ചെയ്തു. കോപ്പകബാന ബീച്ച് പോലെ തന്നെ ഈ സ്ട്രീറ്റ് ടൂർ ഭയങ്കര രസമാണ്. സ്ട്രീറ്റിലെ ഈ ചുമരുകളിൽ പെയിന്റിങ്ങുകൾ, ഗ്രാഫിറ്റി വർക്കുകൾ, ചില ചർച്ചുകൾ, ചില പഴയ ബിൽഡിങ്ങുകൾ, ശില്പങ്ങൾ ഒക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമുണ്ട്. അത് സാന്താ തെരേസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ലാപ്പ സ്റ്റെപ്സ് അഥവാ സെൽറോൺ സ്റ്റെപ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റാണ്, ഒരു ചെറിയ സ്ട്രീറ്റാണ്. To play, yeah, I say darkness has covered my life, yeah, and has turned to my back. അത് റിയോ ഡി ജനീറോയിൽ വരുന്ന എല്ലാ സഞ്ചാരികളും മസ്റ്റായിട്ട് അവിടെ പോവും. അവിടുത്തെ ഒരു സ്റ്റില്ല് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇട്ടാൽ അറിയുന്ന സഞ്ചാരികളെല്ലാവരും പറയും, അത് റിയോ ഡി ജനീറോയിലെ സ്റ്റെപ്സ് ആണല്ലോ, സാൽറോൺ സ്റ്റെപ്സ് ആണല്ലോ എന്ന് പറയും. അത്രയും പ്രസിദ്ധമാണ്, ലോക ടൂറിസ്റ്റുകൾക്ക് മുഴുവൻ അറിയുന്ന ഒരു സ്ഥലമാണ്. ഇത് വലിയൊരു അത്ഭുതകരമായ സ്ഥലമൊന്നുമല്ല. ഇത് ആക്ച്വലി അവിടുത്തെ അറിയാലോ, വീടുകളിൽ താമസിക്കുന്ന രണ്ട് സൈഡിലും വീടുകളായിട്ട് ഒരു 10 അടി വീതിയിലുള്ള ഒരു വഴി. ആ വഴിയിൽ മുഴുവൻ സ്റ്റെപ്സാണ്. 250ഓളം സ്റ്റെപ്സ് ഉണ്ട്. ഇങ്ങനെ കയറി 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 സൈഡിലൊക്കെ വീടുകളാണ്. അങ്ങനെ ഉള്ള ഒരു സ്ട്രീറ്റിൽ താമസിച്ചിരുന്ന സെൽറോൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, ഇത് സാധാരണ സിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്സ് ആണ്, 250 സ്റ്റെപ്പുകളാണ്. അയാൾ 1990 അയാൾക്കൊരു ഐഡിയ തോന്നിയിട്ട് ഈ സ്റ്റെപ്പുകളിൽ പല രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള പല നിറത്തിലുള്ള ടൈൽസ് കൊണ്ടുവന്ന് ഒട്ടിച്ചു. അതൊരു ദീർഘകാല പരിപാടിയാണ്. അയാൾ ഇങ്ങനെ താഴെ നിന്നുള്ള സ്റ്റെപ്പുകൾ തൊട്ടിട്ട് ഇങ്ങനെ ഈ ടൈലുകൾ ഒട്ടിച്ചു. ഇതിനു വേണ്ടി ഉള്ള ടൈൽസ് സെലക്ട് ചെയ്തപ്പോൾ ബ്രസീലിയൻ ഫ്ലാഗിലെ കളേഴ്സും എല്ലാം റെഡൊക്കെ ഉണ്ട്, പക്ഷെ ഗ്രീനും ബ്ലൂവും വൈറ്റും ഒക്കെ ഇതിലുണ്ട്.
അപ്പൊ ഈ ടൈൽസ്, ഈ 250 സ്റ്റെപ്പുകളിൽ ടൈൽസ് ഇയാളുടെ ജോലി സമയം കഴിഞ്ഞിട്ടുള്ള സമയത്ത് അയാൾ ഇരുന്ന് ചെയ്ത് അയാളുടെ സ്വന്തം പണം മുടക്കിയിട്ട് ആ 250 സ്റ്റെപ്പിൽ പല തരത്തിലുള്ള ടൈൽസ്, പല നാടുകളിൽ നിന്നുള്ള ടൈൽസ്, അതിൽ പിക്ചർ ടൈൽസ് ഉണ്ട്, ടൈൽസിൽ തന്നെ പിക്ചർ ഉള്ളത്. ഇപ്പോൾ വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രമുള്ള ഒരു ടൈൽ അതിലുണ്ട്, ഞാൻ അതിൻ്റെയൊക്കെ പിക്ചർ എടുത്തിട്ടുണ്ട്. അതുപോലെ മാതാവിന്റെ, മദർ മേരിയുടെ പിക്ചേഴ്സ്, പിന്നെ ലോക പ്രശസ്തരായിട്ടുള്ള കളിക്കാരുടെ, ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ, ബുദ്ധന്റെ, നമ്മളുടെ ശ്രീകൃഷ്ണന്റെ, അങ്ങനെ ലോകത്തുള്ള എല്ലാ അദ്ദേഹത്തിന് കിട്ടാവുന്ന എല്ലാ മഹാന്മാരുടെയും ടൈൽസ്, ചിത്രങ്ങളുള്ള ടൈൽസ്, പല നിറങ്ങളിലുള്ള ടൈൽസ്, ഈ ഗ്രീനിഷ് യെല്ലോ കളറിലുള്ള ടൈൽസ് ഒക്കെ ആയിട്ട് ഈ 250 സ്റ്റെപ്പുകളിൽ ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം വരുമാനം ഉപയോഗിച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തു. റിയോ ഡി ജനറോയിൽ വരുന്ന ഒരു വിദേശി അവിടെ വന്നൊരു ഫോട്ടോ എടുക്കാതെ പോവില്ല. അതൊരു വലിയ നേട്ടമല്ലേ. ഒരാൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത്. അതില് ആ സ്റ്റെപ്പുകളിൽ ഈ ഗായകന്മാര് ഇരുന്നിട്ട് ഗിറ്റാറൊക്കെ വായിച്ച് പാടുന്ന ഗായകരുണ്ട്. ഈ തെരുവിന്റെ ചുമരുകളിൽ അതിമനോഹരമായ മുഖങ്ങൾ, പല തരത്തിലുള്ള പ്രായമായ ആളുകളുടെ ചുക്കിച്ചുളിഞ്ഞ മുഖം, ചെറുപ്പക്കാരായിട്ടുള്ള ആഫ്രോ അമേരിക്കൻസിന്റെ ചിത്രങ്ങൾ, പലതരത്തിലുള്ള ചിത്രങ്ങൾ ഈ ചുമരുകളിലുണ്ട്. അതേപോലെ ഈ പാട്ടുകാര് ഗിറ്റാറൊക്കെ വായിച്ചിട്ട് ഈ സ്റ്റെപ്പുകളിലിരുന്ന് പാടുന്നത് പോലെ ചില ചിത്രകാരന്മാർ ഇതിന്റെ സൈഡിലിരുന്നിട്ട് ചിത്രങ്ങൾ വരയ്ക്കുകയും അത് ആളുകൾ മേടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന അൽഫോൺസ് എന്ന് പറഞ്ഞ ചേട്ടൻ, അദ്ദേഹം ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്, നന്നായി ചിത്രം വരയ്ക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഒരു പ്രായമായ ഒരു വയസ്സായിട്ടുള്ള ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ചിത്രങ്ങളെ കുറിച്ചും അതിന്റെ പെയിന്റിങ് രീതികളെ കുറിച്ചും സങ്കേതങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ ഇയാള് വരയ്ക്കുന്നത് ഉഗ്രൻ ചിത്രമാണ്. അപ്പൊ തന്നെ അതിന് വില പറഞ്ഞ അത് അൽഫോൺസേട്ടൻ മേടിച്ചു. അപ്പൊ അൽഫോൺസേട്ടൻ അത് പിന്നീട് ആ പിക്ചർ കാണിച്ച് എനിക്ക് അതിന്റെ പെയിന്റിങ്ങിന്റെ സ്പെഷ്യാലിറ്റി ഒക്കെ വിശദീകരിച്ചു തന്നു, അതിലുപയോഗിച്ച ടെക്നിക്ക് വിശദീകരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞാൽ അയാളൊന്നും നിസ്സാരക്കാരനല്ല, ഗംഭീര ചിത്രകാരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഒരു മനുഷ്യൻ വിചാരിച്ചിട്ട് ഒരു നഗരത്തിലെ അയാളുടെ വീടിന് മുമ്പിൽ ഒരു പ്രത്യേകതയും ഇല്ലാതിരുന്ന ഒരു ഗലി, ഒരു 250 സ്റ്റെപ്പുകളുള്ള ഒരു വഴി ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റി ആ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാണേണ്ട സ്ഥലമാണെന്ന് ആളുകളെ തോന്നിപ്പിക്കുന്ന ഒരിടമാക്കി മാറ്റിയെടുത്തു. വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് അത്. വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊന്നും ഇതുപോലെ ഇങ്ങനെ ഒരാളുടെ ശ്രമഫലമായിട്ട് ഒരു തെരുവ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആവുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.